എവിടെ ഇപ്പോൾ അത് വെച്ചിക്കണത്? ഇന്നലെ ഉണ്ട് ഇപ്പോൾ അത് കത്തിയോണ്ട് കിടക്കണേ. അല്ലിമ്മ, ഓര് ഇവിടുന്ന് ടൂറ് പോണ കാര്യം നിങ്ങൾ അറിഞ്ഞിക്കണോ? ആര്? ഹാ, അറിയൂല. ഇപ്പൊ എങ്ങനെ ഉണ്ട്? തേനെ പാലേന്നും പറഞ്ഞ് കൊണ്ട് നടക്കുകയെന്നല്ലോ. എന്നിട്ട് ഓളോ ഓനോ ഞങ്ങളോട് എന്തേലും പറഞ്ഞിക്കണോ? എത്ര ദിവസത്തെ എത്ര ടൂറാന്നറിയോ നിങ്ങക്ക്? ഇതേ ഞാനായിട്ട് എന്നോട് വന്ന് പറഞ്ഞതൊന്നല്ല, എന്റെ ചെവിട്ട് കൂടെ പറിച്ചോനായിട്ട് കേൾപ്പിച്ചതാ. അല്ലെങ്കിൽ ടൂറെന്ന് പറഞ്ഞ് പോയിട്ട് ഒരാഴ്ച തെച്ചയക്കണോ? ഇനി അടുത്ത ടൂറും തുടങ്ങിക്കണേ. പോയി ചോദിച്ചു നോക്കി വേണമെങ്കിൽ, അല്ലെങ്കിൽ വന്ന് പറഞ്ഞു തരുന്നും ഉണ്ടാകൂല. പറഞ്ഞാലേ എല്ലാരും ഇവിടുന്ന് കൊണ്ടോണ്ടി വരും. അതിനൊന്നും ഓൾക്ക് പറ്റൂല. ഇജ്ജ് വന്നുകാണ്ടേ ഈ മരുന്നൊന്ന് നല്ലോണം ഈ കാൽമ നിർത്തി തേച്ചടിക്ക റസിയ. നല്ല വേദന ഉണ്ട്. ഇങ്ങോട്ടിരുന്നോ, ഇങ്ങോട്ട് വാ. അതെങ്ങനെ? ഏതൊരു നേരത്തും പണി പണി എന്നുള്ളൊരു വിചാരല്ലേ? കജ്ജിനും കാലിനും എല്ലാം അടക്കണ്ടോ? അനുഭവിച്ചോളി. എന്നാലും ഞാൻ അതല്ലപ്പ ആലോചിച്ചത്, പെട്ടെന്നുള്ള പോക്ക് എവിടുക്കാന്നാ. ഞാൻ വിചാരിച്ചു ഇങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടാകുന്ന്. അതേതായാലും മോശമായി. ഇങ്ങോട്ട് നീട്ടി. ഇജിപ്പോ എന്തിനാ റസിയ അപ്പൊ അതൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കണത്? അന്നോട് പറയാൻ കരുതിക്കണ അന്നോടോട് പറയൂലേ? ഓലെ എങ്ങട്ടേലും പോയിക്കോട്ടെടി, ഓൾക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. ഒടുക്കേ അത് മനസ്സിലായിക്കോളും നിങ്ങക്ക്. എല്ലാതെ അങ്ങോട്ട് ഒഴിഞ്ഞെടുത്തോളി ട്ടാ. ഇപ്പൊക്കെ എന്താ ഒരു തേച്ച് മിനുക്കല്? ഇത് എന്നാൽ യാത്ര പോകാനുള്ള ഒരുക്കം തന്നെ. മാപ്പിളയും പെണ്ണുങ്ങളും കരുതി കൂട്ടിയുള്ള തന്ത്രാണ്, ഗൂഢതന്ത്രം. എടി, ഈ പാവം ഇമ്മാനോട് ഈ ചതി വേണ്ടേന്നില്ല. ഓളെ ഇപ്പം തന്നെ കജ്ജിലെടുത്തതാ. ഇത് നീണ്ട യാത്രയാണ്. വന്നിട്ട് ഇതുവരെ അവളൊരു മിനുക്കിയിട്ടില്ല തേച്ചിട്ട്. ഇത് കരുതി കൂട്ടിയുള്ള പരിപാടിയാണ്. ഇമ്മാനെ കജ്ജോടെ കാട്ടിക്കൊടുക്കാം. ഇമ്മ നീച്ചി നീച്ചി ഇങ്ങോട്ട് വരി. എന്താടി എന്താണ് ഈ പെണ്ണിന്? നടന്നൂട്. എന്താണ്? കണ്ടോളി, കണ്ണ് നിറച്ച് കണ്ടോളി. ഓ റസിയ, ഇതാപ്പത്ര വലിയ കാര്യം. ഓളെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇസ്തിരി ഇടണ കണ്ടിക്കണങ്ങള് അടോക്കി. ഇസ്തിരി ഇട്ട് പോകാനുള്ള പുറപ്പാടാ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞ ശരിയായില്ലേ? ഇപ്പം റസിയനെ വിശ്വാസമായില്ലേ? ഇത് പോക്കന്നെ. ഇമ്മാൻ്റെ കുട്ടിയെ
അവിടെ പാളിയൊക്കെ നിന്നോ. അനക്ക് ചിറ്റലൊന്നുമില്ലല്ലോ. ഇമ്മാക്ക് അടുക്കളയിലേ ഒരു 100 കൂട്ടം പണിഞ്ഞുണ്ട്. പെണ്ണിന്റെ കാര്യം. നിക്ക് എത്ര നേരമായിട്ട് ഉമ്മാന്റെ പണിഞ്ഞും തീർന്നില്ലേ? ഇത്ര നേരമായിട്ട് അമ്മായിമ്മക്ക് മരുമകൾ തല കുത്തി പറഞ്ഞ് പണി എടുക്കുന്നു. എന്താ അത്രക്ക് പണി? ഒരു പേരയും കൂടിയാകുമ്പോ റസിയ പണി തീർന്നിട്ട് ഇജ്ജ് കണ്ടിട്ടുണ്ടോ? ഏത് നോക്കിയാലും പണിയാകും. അത് തീർന്ന നേരം ഉണ്ടാകൂല. അല്ല, ഇന്നത്തെ കൂട്ടാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഈ ഫോണിൽ ഏതോ ഒരു നേരം തിന്നുമ്പോഴും കടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തോണ്ടി കുത്തിർക്കല്ലേ. അപ്പൊ അനക്കിപ്പോ മനസ്സിലായിട്ടുണ്ടോ? അതിപ്പോ എന്താ മനസ്സിലാക്കാനുള്ളത്? അതിപ്പോ പ്രത്യേകം ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഉമ്മാന്റെ കൈപ്പുണ്യല്ലേ, അതിനെ തോൽപ്പിക്കാൻ ആരാ ഉള്ളത്? എന്നാ അങ്ങനെ ഒരാളുണ്ടടി. ആര്? ആരാവും? ഉമ്മളെ പൂമോളടി. ഓലെ പെരയിൽ ഉണ്ടാക്കണ പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഒക്കെ പാകത്തിന് അയക്കണ്, എരും പുളി ഉപ്പും. ഇതാണ് കൈപ്പുണ്യം എന്ന് പറയണത്. എന്തൊക്കെ ആയാലും ഇമ്മാന്റെ കുട്ടിക്ക് ഏതായാലും അടുക്കളയിൽ കയറിയിട്ടുള്ള ഈ വക പരിപാടിയൊന്നും സീരായിട്ടില്ല. അതിപ്പോ എന്തിനാ വെറുതെ ഇമ്മാരുണ്ടാകുമ്പോ കെട്ടിച്ചോടുത്ത മക്കള് വന്നിട്ട് അടുക്കളയിൽ കയറി ഉണ്ടാക്കണത്? അല്ലാതെപ്പോ ഇന്നെ കൊണ്ട് അറിയാഞ്ഞിട്ടൊന്നല്ല. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഓന് 100 കൂട്ടം കുറ്റാണ്. ഉപ്പേറി മുളകേറി. വെറുതെ എന്തിനാ അതൊക്കെ കേൾക്കണത്? എന്ത് ചെയ്താലും ഓൾക്കന്നെ ഇവിടെ വിജയം. എങ്ങനെയെങ്കിലും ഓളെ മാനം കെടുത്തണം. എല്ലാം പാളി പോകണ്. പൂമോളെ, ഇജ്ജ് ഇത്ര നേരം എന്തെടുക്കേനി? ഇമ്മ എത്ര നേരെ അന്റെ കൂട്ടം വർത്താനം പറയേനി. അന്റെ വർത്താനം കൂട്ടം പറയാ ഇമ്മക്ക് എന്തൊരു ഉസാറാന്നറിയോ? അത് റസിയാത്ത എന്റെ കുറച്ച് പഴയ ഡ്രസ് ഉണ്ടേനി, അതൊക്കെ ഒന്ന് റെഡി അല്ല, ഇത്ര നേരം എന്നെ ഇവിടക്കൊന്നും കണ്ടില്ല. പിന്നെ ഇന്നത്തെ ചാറൊക്കെ ഉസാറായിക്കണ് കേട്ടോ. ഞങ്ങൾ എഴുതിക്കണ് ഇമ്മ ഉണ്ടാക്കിയതാന്ന്. നല്ല ഉസാറായിക്കണ്. പിന്നെ ഇജ്ജ് എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ഇമ്മ പറഞ്ഞു എനിക്ക് നല്ല കൈപ്പുണ്യാന്ന്. ഇജ്ജ് ഇതൊന്നും ഉണ്ടാക്കി തരുമോ? ആ, അതിനെന്താ റസിയാത്ത? ഇതൊക്കെ ആരെന്നെ പഠിപ്പിച്ചിക്കണത്? അത് പണ്ട് മുതലേ അറിയാം റസിയാത്ത. ഇമ്മ പെരയില്ലാത്തപ്പോഴൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ പഠിച്ചതാ. അതേതായാലും നന്നായി. ഏതായാലും പൂമോക്ക് നല്ല കൈപ്പുണ്യുണ്ട്. എന്നാ വേഗം ആയിക്കോട്ടെ. ബാപ്പുട്ടി വരുമ്പോ ഓനും കൊടുക്കാലോ. വെറൈറ്റി ആയിക്കോട്ടെ. ഇമ്മ, ഇന്നാ പൂമോളെ ശല്യം ചെയ്യണ്ട, ഓളുണ്ടാക്കിക്കോട്ടെ.
എവിടെ ഉപ്പും കുപ്പി? റബ്ബേ, കാര്യത്തിനൊരു സാധനം കാണൂല. എന്റെ മാനം പോകടി. എൻ്റെ കൈപ്പുണ്യം ഇന്ന് ഞാൻ പൊളിച്ചെടുക്കും. എന്താടി മുഖത്തൊരു കള്ളച്ചിരി? കള്ളച്ചിരിയോ? ആർക്ക്? എന്താ ഈ ഉമ്മാക്ക്? ഈ ഫോണിൽ ഓരോന്ന് കണ്ടിട്ടേ എന്തൊക്കെയാ ഈ പെണ്ണുങ്ങള് കാട്ടണേ? ഓ, രക്ഷപ്പെട്ടു. എന്താ രസിയ, തീറ്റയും കൂടി കഴിഞ്ഞ റെസ്റ്റ് ഒന്നും ഇല്ല എനിക്ക്? ഓ, ചെല്ലടാ ചെല്ല്. നിങ്ങൾ ഇത്ര നേരമായിട്ട് എവിടെയായിരുന്നു? എന്ത് രസം നേടി ഇന്ന്. കൊറേ കാലായിട്ട് എല്ലാരെയും കണ്ട് ഭയങ്കര രസമാണ്. ഇത്ര രസം ഉണ്ടാകാൻ മാത്രം ആരൊക്കെ കണ്ടത്? അതൊക്കെ ഞാൻ പറയാ. പയിച്ചിട്ട് വെച്ച തിന്നത്തേനും കാട്ടിക്ക. ചെല്ല് ചെല്ല്. ഈ ഒരു ചെറിയ പണിമന്നാടി തുടക്കം.